ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷോട്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈസിയായി പെട്ടെന്ന് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. അപ്പം നമ്മുടെ ഈ ആദ്യം ഇൻഷോട്ട് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫിയർ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ വീഡിയോ, ഫോട്ടോ, കൊളാജ്. അതിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും മുകളിലായിട്ട് ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ബ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ താഴെ ക്യാൻവാസ് എന്നും പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അത് നമ്മുടെ ക്യാൻവാസ് റേഷ്യോ, ഏത് റേഷ്യോയിലാണ് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് എന്നതാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് യൂട്യൂബിലെ തംബ്നെയിൽ എന്ന് പറയുന്നത് ഇവിടെ 16:9 എന്ന് പറയുന്ന ഈ ഒരു തംബ്നെയിലാണ്, നമുക്ക് ഈ ഒരു റേഷ്യോയിലാണ് നമുക്ക് തംബ്നെയിൽ വേണ്ടത്. അപ്പോൾ ആ റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലത്തെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പോൾ വരുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇനി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് കളർ കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. താഴെ കളർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഡാർക്കോ ലൈറ്റോ ഏതാണെന്ന് വെച്ചാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇത് ചൂസ് ചെയ്തതിന് ശേഷം ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടൻറ് എന്താണോ അതിനനുസരിച്ചുള്ള ഫോട്ടോസ്, ഇമേജസ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് താഴെ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ എപ്പോഴും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കട്ടൗട്ട് ഇമേജസ് ആണ് കൂടുതലും ആഡ് ചെയ്യാറ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഗാലറിയുടെ പിക്ചർ കാണാനായിട്ട് പറ്റും. അത് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേനും താഴെ കട്ടൗട്ടിൻ്റെ ഒരു ചിഹ്നവും കാണാം, പ്ലസിൻ്റെ ഒരു ചിഹ്നവും കാണാം. ഈ കട്ടൗട്ടിൻ്റെ ചിഹ്നത്തിലാണ് നമ്മൾ ഫോട്ടോ കട്ടൗട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് നമുക്ക് ഏത് പിക്ചറാണോ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആ ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമ്മൾ ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുക, നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് പിക്ചറാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു പിക്ചർ നമ്മൾ സെലക്ട് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പിക്ചർ, ഈ ഒരു പിക്ചർ ഞാൻ സെലക്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ കട്ടൗട്ടായി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിന് നമുക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്. കട്ടൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിക്ചറിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ എറേസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതിന് ശേഷം പെർഫെക്റ്റ് ആയി എന്നതിന് തോന്നിയതിന് ശേഷം നമുക്ക് ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പിക്ചർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിക്കും. ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴത്തേനും നമുക്കിത് ഈ ഒരു വൈറ്റ് ഒരു എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫീലിംഗ് തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആഡ് ചെയ്യുന്ന കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സംഭവം ആഡ് ചെയ്യാം. അത് കുറച്ചും കൂടി ഒരു ഭംഗി നമ്മുടെ തംബ്നെയിൽ തരും. കണ്ടോ, ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് തരും. എന്നിട്ട് ഈ പിക്ചറിനെ നമുക്ക് എത്ര വേണോ എന്ത് ചെയ്യാം, സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം, മൂവ് ചെയ്ത് എങ്ങോട്ട് വേണോ മാറ്റാം. അത് എപ്പോൾ വേണോ മാറ്റാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണോ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഈ ഒരു കട്ടൗട്ടിൻ്റെ നമ്മുടെ പിക്ചർ കട്ടൗട്ട് ചെയ്തതിൻ്റെ സൈസ് കൂട്ടി കുറച്ച് എങ്ങനെ വേണോ ഏതെങ്കിലും ഒരു സൈഡിലോ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കൊണ്ട് വയ്ക്കാം. ഇത് പിന്നീട് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കട്ടൗട്ടായിട്ട് ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ പഴയ പ്രോസസ്സ് തന്നെയാണ്. വീണ്ടും സ്റ്റിക്കർ എടുക്കുക, ഫോട്ടോ സെലക്ട് ചെയ്യുക, കട്ടൗട്ട് ചെയ്ത് എടുക്കുക. ഓട്ടോമാറ്റിക്കലി കട്ടൗട്ട് ആയിക്കോളും, ഇതുപോലെ ആയിക്കോളും. സെലക്ട് ചെയ്യുക, അത് താനെ കട്ടൗട്ടാവും. പിന്നെ നമുക്ക് എന്താ പറയുക, അതിനെ കുറച്ച് അലങ്കാരികമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് എവിടെ വേണോ വയ്ക്കാം. വീണ്ടും ആ ഫോട്ടോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഈ ഫോട്ടോ ഇവിടെ വയ്ക്കേണ്ട തൊട്ടപ്പുറത്ത് വയ്ക്കണമെങ്കിൽ ഈ ഫോട്ടോയെ മാറ്റി നീക്കി വയ്ക്കുക, അടുത്ത ഫോട്ടോ നീക്കി അങ്ങോട്ട് വയ്ക്കുക. അങ്ങനെ ഏത് രീതിയിൽ വേണോ നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ 2 ഫോട്ടോയും കട്ടൗട്ടാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് പോരാ, നമ്മുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമുക്കിവിടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ബ്ലർ ചെയ്ത് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് കട്ടൗട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ടെക്സ്റ്റാണ്.
ഞാനിപ്പോൾ ഇവിടെ തമ്പനെയിൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ ആ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും, കളർ സെലക്ട് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഇവിടെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ ബോൾഡ്, ഇറ്റാലിക്, അങ്ങനെ അണ്ടർലൈൻ കൊടുക്കാം, അങ്ങനെയുള്ള എല്ലാം കൊടുക്കാം, കളർ കൊടുക്കാം. കളറിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവം കൊടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വേണോ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിന് സ്യൂട്ടായിട്ടുള്ള കളർ തന്നെ സെലക്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റിന് എടുപ്പ് വരാതെ വരും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, ചേരുന്നില്ലെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്ത് വേറെ കളർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കളറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കാണിക്കുന്നത്. അതെവിടെയും കൊണ്ട് നമ്മൾ ഫിക്സാക്കി വയ്ക്കുക. ഇനി നമുക്ക് താഴെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ഇപ്പുറത്തായിട്ട് ഡൂഡിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിലിങ്ങനെ ആരോ മാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ്, വാം, അങ്ങനെയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും. വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് മലയാളം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരുടെ കീബോർഡിലും മംഗ്ലീഷ് മലയാളം കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് മംഗ്ലീഷ് മലയാളം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ഞാൻ അവിടെ കൊടുക്കാം. ഈ ഒരു ആപ്പ് ഫോണിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മലയാളം കീബോർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഏത് ടെക്സ്റ്റാണോ വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ടെക്സ്റ്റ് പലവിധം എഡിറ്റ് ചെയ്യുക. നമുക്ക് ഏതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ട് വെച്ച് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ടൗട്ട് ചെയ്യാതെ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ ആ പ്ലസ് ചിഹ്നം താക്കുക. അതായത് നേരത്തെ പോലെ സ്റ്റിക്കർ എടുക്കുക, പ്ലസ് ചിഹ്നത്തിൽ താക്കുക. അപ്പോഴത്തേനും ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ളത് വരും. ആ ഫോട്ടോ കൊണ്ട് എവിടെ വേണോ വയ്ക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും മുകളിലും താഴെ അങ്ങനെ ആയിട്ടൊക്കെ വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ആ സ്റ്റിക്കേഴ്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രീ ആയിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അതിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് പോരാ, ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്ന് തോന്നുമെങ്കിൽ നമുക്ക് വീണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വേണ്ട വീണ്ടും പഴയതിലോട്ട് വരണമെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് ബ്ലർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ മുകളിൽ എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ഫോട്ടോ ഫോണിൽ സേവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ ബാക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡ്രാഫ്റ്റിൽ സേവ് ആക്കാൻ പറ്റും. ഈ ഡ്രാഫ്റ്റിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണോ എടുത്ത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻഷോട്ടിൻ്റെ എഡിറ്റ്. അപ്പോൾ തംബ്നെയിൽ ഇനി ഇൻഷോട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.